ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാണീ ഗുണാനുകഥനെ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസ്തതാം ദർശനേസ്തു ഭവത്തനൂനം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 5-ാം അധ്യായത്തിലെ കഥാസാരം പഠിക്കാം. ഒരു ദിവസം നാരദമുനി സത്യലോകത്തെത്തി. ആ സമയത്ത് അവിടെ ബ്രഹ്മാവ് ധ്യാനനിരതനായിരിക്കുന്നതാണ് കണ്ടത്. നാരദൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ബ്രഹ്മാവാണെന്നാണ്. എല്ലാം സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണല്ലോ. ബ്രഹ്മപ്രജാപതിയാണ് ഏറ്റവും വലിയ ശക്തി എന്ന നാരദൻ്റെ ധാരണയിൽ അല്പം ഒരു സംശയം ഉദിച്ചു. ഇപ്പോൾ ബ്രഹ്മാവ് മറ്റൊരു ശക്തിയെ ആശ്രയിക്കുന്നു എന്ന് കണ്ടു. അപ്പോൾ നാരദൻ ഒരു സംശയം ഉന്നയിച്ചു. എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം? ആരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി? എന്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉത്ഭവിച്ചത്? അങ്ങ് ആരെയാണ് ആശ്രയിക്കുന്നത്? അങ്ങാണ് ഏറ്റവും വലിയ ശക്തി എന്നായിരുന്നു ഇതുവരെ എൻ്റെ ധാരണ. ഇപ്പോഴെനിക്ക് തോന്നുന്നു അങ്ങയ്ക്ക് മേലെ ഒരു ശക്തിയുണ്ടെന്ന്. എന്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്? എന്തിലാണ് ഈ പ്രപഞ്ചം എത്തിച്ചേരുന്നത്? എന്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ആ പരമതത്വത്തെ പറഞ്ഞു തന്നാലും, ആ അധിഷ്ഠാന തത്വത്തെ വിശദീകരിച്ചു തന്നാലും. ഇങ്ങനെ നാരദമുനി ആവശ്യപ്പെട്ട സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു, നിനക്ക് ഞാനാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് തോന്നിയത് ആ ഭഗവാൻ തോന്നിച്ചതാണ്. അങ്ങനെ തോന്നാൻ കാരണം ആ ഭഗവാനാണ്. എല്ലാറ്റിനും കാരണം ഭഗവാന്റെ മായയാണ്. യേന സ്വരോചിഷാ വിശ്വം രോചിതം രോചയാമ്യഹം യഥാർക്കോഗ്നിർയഥാ സോമോ യഥർക്ഷഗ്രഹതാരക. യേന യാതൊരു ശക്തിയാൽ, യാതൊരു ശക്തിയുടെ പ്രകാശത്താലാണോ ഈ വിശ്വം മുഴുവൻ പ്രകാശിക്കുന്നത്, അതുപോലെ ആ സൂര്യൻ പ്രകാശിക്കുന്നുണ്ടല്ലോ, അതുപ്രകാരം ആ തത്വം കാരണമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം പ്രകാശിക്കുന്നത്. ഈ സമസ്ത വസ്തുക്കൾക്കും ഉണ്മ നൽകുന്ന ആ തത്വം പരബ്രഹ്മമാണ്, പരമാത്മാവാണ്. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയാ മാം ബ്രുവന്തി ജഗൽ ഗുരും. ആ ഭഗവാന്റെ മായ കാരണമാണ് ഞാനാണ് ജഗൽ ഗുരു എന്ന് നിനക്ക് തോന്നാൻ കാരണം. ഇങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്രപഞ്ചം വർത്തിക്കുന്നത് എന്ന് പറയുകയാണ്. ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെയാണ്, ബ്രഹ്മത്തെ ആശ്രയിച്ച് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, അത് നിലനിൽക്കുന്നത് എന്നൊക്കെ വിവരിക്കുന്നു. ആദ്യം തന്നെ ബ്രഹ്മത്തിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷമാണ് മായ അഥവാ പ്രകൃതി. അത് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല, അന്യവുമല്ല. ഏതുപോലെ? അഗ്നിയുടെ ചൂട് ഉദാഹരണമായി പറയാം. ചൂട് അഗ്നിയിൽ തന്നെയാണ്, അത് അഗ്നിയിൽ നിന്ന് അന്യമല്ല, ഭിന്നമല്ല. ഇത്തരത്തിലുള്ള ശക്തിവിശേഷമാണ് മായ അഥവാ പ്രകൃതി.
3 ഗുണങ്ങളോട് കൂടിയതാണ് ഈ പ്രകൃതി. ഈ പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി, മഹത്തത്വത്തിൽ നിന്ന് അഹന്തത്വമുണ്ടായി, അഹന്തത്വം 3ആയി വിഭക്തമായി: സാത്വികം, രാജസം, താമസം. താമസത്തിൽ നിന്ന് ഭൂതാദികളൊക്കെ ഉണ്ടായി, പഞ്ചമഹാഭൂതങ്ങൾ. രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുണ്ടായി, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. സാത്വികത്തിൽ നിന്ന് 10 ദേവന്മാരുണ്ടായി, മനസ്സും ഉണ്ടായി. ഇതെല്ലാം കൂടി വലിയൊരു അണ്ഡമായി തീർന്നു. അത് ഒരു ജലത്തിൽ കടന്നു. ആ ജലത്തിലേക്ക് പരമാത്മാവ് തൻ്റെ ശക്തിയെ പ്രവേശിപ്പിച്ചു. അങ്ങനെ ആ അണ്ഡം പൊട്ടി 14 ലോകങ്ങളുണ്ടായി. ഈ 14 ലോകങ്ങളെ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയാണ് വിരാട് പുരുഷൻ. ഈ വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണ് പ്രപഞ്ചത്തിലുള്ള സർവ പദാർത്ഥങ്ങളും. വേദങ്ങളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് പുരുഷ സൂക്തത്തിൽ കാണാം: തസ്മാത് വിരാടജായത വിരാടോ അധിപുരുഷ സജാതോ അത്തിരിച്ചത പശ്ചാത് ഭൂമിമഥോ പുര എന്നു തുടങ്ങിയ ഋക്കുകൾ. ഭാഗവതത്തിൽ പുരുഷസ്യ മുഖം ബ്രഹ്മക്ഷത്രമേതസ്യ ബാഹവ ഊർവോർവൈശ്യോ ഭഗവത പദ്ഭ്യാം ശൂദ്രോഭ്യജായത എന്ന് പറയുന്നു. ഈ ഭാഗവത ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെയാണ് വേദത്തിൽ ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹൂരാജന്യകൃത ഊരു തദസ്യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത ചന്ദ്രമാ മനസോ ജാതശ്ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാദ് വായുരജായത എന്നിങ്ങനെ വർണ്ണിച്ചത്. ഇങ്ങനെ എന്തൊക്കെയുണ്ടോ ലോകത്തിൽ അതൊക്കെ ആ വിരാട് പുരുഷൻ്റെ അംഗങ്ങളാണ് എന്ന് പറയുകയാണ്. 14 ലോകങ്ങളെയും ഒന്നായി ചേർത്ത് നിൽക്കുന്ന ആ വിരാട് പുരുഷനെ, ആ ശക്തിയെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ കാണുന്നതൊക്കെ ആ ഭഗവാനാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവും. ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് പറയുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ 30 മുതൽ അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ, അതായത് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, ദ്വിതീയം 1-ാം അധ്യായത്തിൽ വിസ്തരിച്ച് വർണ്ണിച്ച വിരാട് സ്വരൂപത്തെ തന്നെ വീണ്ടും ഒന്നുകൂടി ചുരുക്കി വർണ്ണിക്കുന്നു. ഭാഗവതത്തിൽ ഇത്തരത്തിലുള്ള ആവർത്തനം പലയിടങ്ങളിലും കാണാം. ഭാഗവതം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ അത് ദൃഢമായി പതിയുന്നു. ദ്വിതീയം 5-ാം അധ്യായത്തിൻ്റെ സാര സംഗ്രഹം ഭക്തജനങ്ങൾക്കായി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമ. ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.